പച്ചടി കൂട്ടി ഊണ് കഴിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. നമ്മൾ പലതരം പച്ചക്കറി കൊണ്ട് പച്ചടി വെക്കാറുണ്ട്. നമ്മളിന്ന് മാങ്ങ കൊണ്ടാണ് ഒരു പച്ചടി തയ്യാറാക്കി നോക്കുന്നത്. അപ്പം നമുക്കിനി പച്ചടി വെക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതിയാകും. എരിവിന് ആവശ്യത്തിനുള്ള മുളകിടാം. ഇത് എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മുളക് ഇടുന്നുണ്ട്. എരിവില്ലാത്ത മുളക് കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ലതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാം. 2-3 വേപ്പിലയിട്ട് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. പണ്ടൊക്കെ മാങ്ങാപ്പച്ചടി ഇഷ്ടമാണെങ്കിലും ഇത് കുത്തരിയാനുള്ള വിഷമം കാരണം പച്ചടി വെക്കാൻ എനിക്ക് മടിയായിരുന്നു. ഈ ചോപ്പറിന് 1000 നന്ദി. കാരണം ചോപ്പറുള്ള കാരണം എപ്പോഴും മാങ്ങാപ്പച്ചടി വെക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പം എന്തായാലും നമ്മൾ സവാളയൊക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്കതുപോലെ തന്നെ മാങ്ങയും നല്ലപോലെ ചെത്തി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. മാങ്ങയൊക്കെ കൊത്തിരിയണേൽ പണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് എത്ര എളുപ്പമായിട്ടാണ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ. നല്ല കൊത്തി അരിഞ്ഞതിനെക്കാട്ടിലും നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മുടെ പ്രിയോർ മാങ്ങയാണ്, പുളി ഒട്ടുമില്ലാത്ത മാങ്ങ. ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്ത് മിക്സർ ജാറിലേക്ക് ഇടാം. 1 ടീസ്പൂൺ പച്ചക്കടുക് അരച്ച് ചേർക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വെക്കാം. വളരെ ഈസി ആയിട്ട് ഇതിനെ മാങ്ങാപ്പച്ചടി വെക്കാൻ പറ്റും. ചട്ടി അടുപ്പിലോട്ട് വെച്ച് കടുകും വേപ്പിലയും ഇട്ട് കൊടുത്ത് ഇനിയും ഉലുവ വറുത്ത് പൊടിച്ചത് കയ്യിലില്ലെങ്കിൽ ഈ സമയത്ത് ഉലുവയോട് ഇട്ട് കൊടുക്കാം കടുകിൻ്റെ ഒപ്പം. ഞാൻ വറുത്ത് പൊടിച്ച് ഉലുവ ചേർക്കുന്നത് കാരണം ഉലുവ ചേർക്കുന്നില്ല. സവോളയും മുളകും എല്ലാം കൂടെ നല്ലപോലെ വാഴുന്ന പച്ചമണം മാറിയാൽ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർക്കാം. പാകത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് തിളപ്പിച്ച് വെക്കാം. ഒന്ന് ചൂടാതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് ഇളക്കിയാൽ മതി. ഞാൻ ഉലുവപ്പൊടി ഇപ്പോഴാണ് ചേർക്കുന്നത്. ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ആ നേരത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടെ കടുകിൻ്റെ കൂടുതലിട്ട് പൊട്ടിച്ച് ചേർക്കണം, മറക്കാതെ. ഉലുവ പച്ചടിക്ക് നിർബന്ധമാണ്. നല്ലപോലെ തണുത്തതിന് ശേഷം മാങ്ങ ചേർക്കുന്നതാണ് രുചി. മാങ്ങ ഒട്ടും വേകാതിരിക്കുന്നതാണ് പച്ചടിക്ക് നല്ലത്. അപ്പം നമ്മുടെ പച്ചടി ഒന്ന് ഇരുന്ന് തണുത്തതിന് ശേഷം കൂട്ടുന്നതാണ് കേട്ടോ നല്ലത്. ഇനി പുളിയില്ലാത്ത മാങ്ങ കൈ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പ്രിയോർ മാങ്ങ കിട്ടുമ്പോൾ ഇങ്ങനൊരു പച്ചടി തയ്യാറാക്കി നോക്കാം. അടിപൊളി ഊണ് കഴിക്കാം. താങ്ക് യു.